അല്ല എന്താ ഇത് എന്നെ പേടിപ്പിക്കാണോ? എന്റെ സാറേ, പേടിപ്പിക്കുന്നൊന്നല്ല, പെങ്ങള് വിഷമം കൊണ്ട് പറയുന്നതാ. സാറിന് ഞങ്ങളിതേ പൈസ തന്നില്ലേ, സാർ എന്റെ പെങ്ങൾക്ക് കുറച്ച് ധൈര്യം പകർന്നു കൊടുക്ക്. ഇവിടെ നോക്ക്, ആക്സിഡന്റ് നിങ്ങളാ ചെയ്തെന്നും അതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ടെന്നുള്ള കാര്യം മൂന്നാമതൊരാൾ അറിയില്ല. ഓക്കേണോ? ആ, എന്താ സംസാരിക്കുന്ന കണ്ടില്ലേ? നേരെ തള്ളി തുറന്നിങ്ങ് വരുവാണോ? ഒന്നുമല്ല, എന്റെ ഓഫീസിൽ പോലീസ് വന്നത് എന്തിനാണെന്ന് അറിയാൻ വന്നതാ. എടി, പോലീസ് വന്ന നിനക്കെന്താ? എല്ലാ കാര്യം നിന്നോട് പറയണോ? അതെ, എന്നോട് പറയണം. ഈ ഓഫീസിനെ സംബന്ധിച്ചുള്ള ഇവിടുത്തെ എല്ലാ കാര്യവും എന്നോടും പറയണം. ഒരാവശ്യത്തിന് വന്നതാ, എല്ലാം നിങ്ങളോട് പറയണോ? ശരി മാഡം, ഞാൻ ഇറങ്ങട്ടെ. ആ, പിന്നെ കാണാം സാറേ, പറഞ്ഞതൊന്നും മറക്കല്ലേ. ഞങ്ങൾ ഇവിടുന്ന് സംസാരിക്കുന്നത് കണ്ടില്ലേ? ഡോറും തുറന്ന് പിന്നെ എന്തിനാ വന്നേ? ഞാൻ ഡോറും തുറന്ന് വന്നത് അവിടെ നിൽക്കട്ടെ, നിങ്ങൾ പോലീസിനോട് എന്താ പറഞ്ഞെന്ന് പറ. നിങ്ങൾ എന്താ പറഞ്ഞെന്ന് ഞാൻ നന്നായിട്ട് കേട്ടു. എന്ത് കേട്ടെന്ന്? നിങ്ങൾ എന്താണോ സംസാരിച്ച അത് തന്നെയാ കേട്ടെ. ഞങ്ങളെന്ത് പറഞ്ഞെന്നാ? ഞങ്ങള് ഒന്നും തന്നെ പറഞ്ഞില്ലല്ലോ. എന്റെ അടുത്ത് മറച്ചു വെക്കാൻ നിങ്ങൾ ട്രൈ ചെയ്യണ്ട. സത്യം എന്താന്ന് പറഞ്ഞു. നീ എന്തൊക്കെയാ പറയുന്നേ? ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ഞാൻ കേട്ടൂന്ന്. നീ എന്താ കേട്ടത്? ആദ്യം കേട്ടത് എന്താന്ന് പറ. എന്ത് കേട്ടു? എന്തിനെ പറ്റി കേട്ടു? അത് തന്നെ, നിങ്ങൾ ആ പോലീസിന് എന്തിനു വേണ്ടിയാണോ കൈക്കൂലി കൊടുത്തേ അതിനെ പറ്റി തന്നെ. ഏയ്, ഞങ്ങൾ എന്ത് കൈക്കൂലി കൊടുത്തുന്നാ? പിന്നെ പോലീസ് ഇവിടെ വന്ന് എന്താ വാങ്ങിട്ട് പോയേ? ആ പോലീസ് എന്താ ഡൊണേഷൻ ആണോ വാങ്ങിയേ? എടി, ആ പോലീസുകാരൻ കടം ചോദിച്ചിട്ട് കൊടുത്തതാ. നീ എന്തൊരുമാതിരി കൈക്കൂലിന്നൊക്കെ പറയുന്നേ? ഓ, അപ്പൊ അയാള് വാങ്ങിയത് കടമാണോ? ആ, അത് തന്നെ. ഞാനെന്തോ നിങ്ങൾ ശരിക്കും എന്തോ തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് മറയ്ക്കാൻ കൈക്കൂലി കൊടുത്താന്നാ വിചാരിച്ചേ. അതായത് ഈ ഓഫീസില് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കാൻ പാടില്ലാത്തോണ്ട് വെറുതെ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളോട് ചോദിച്ചതാ, അത്രേ ഉള്ളൂ. അപ്പോ നീ ഒന്നും കേട്ടില്ലേ? അപ്പോ നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചിരുന്നോ? അപ്പൊ അത് കൈക്കൂലിയാണോ? അതെ, ഞങ്ങൾ എന്ത് പറഞ്ഞെന്നാ? ഈ എന്തൊന്ന് കൈക്കൂലി? അതൊന്നുമില്ല. സത്യമായിട്ടും ആ പോലീസുകാരൻ കടം വാങ്ങിച്ചാ ഇവിടുന്ന്. ശരി, സത്യത്തെ ഒരുപാട് നാളൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു ദിവസം എല്ലാം പുറത്തു വരും. അന്ന് നിങ്ങൾ എല്ലാവരും അകത്ത് പോകേണ്ടി വരും. ഓർമ്മയിൽ വെച്ചോ. എടി, അവിടെ നിക്ക്. നീ എന്താ ഞങ്ങളെ പേടിപ്പിക്കുവാണോ? ഇതെന്താ നിന്റെ ഓഫീസാണെന്ന് വിചാരിച്ചോ? നിനക്ക് തോന്നിയ പോലെ വരാനും പോവാനും. അല്ല, അതിരിക്കട്ടെ, ഓഫീസിലേക്ക് എപ്പോഴാ വരുന്നേ? നീ എപ്പോഴാ ഇവിടേക്ക് എത്തിയത്? ഓഫീസിൽ എത്ര മണിക്ക് വരണം, എത്ര മണിവരെ ജോലി ചെയ്യണം, അതൊക്കെ എനിക്കറിയാം. നിങ്ങൾ എന്നെ ഭരിക്കാനുള്ള ജോലിയൊന്നും നോക്കണ്ട. ആദ്യം നിങ്ങൾ നന്നാവാൻ നോക്ക്. കൈക്കൂലി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ തെറ്റ് ചെയ്തിട്ട് തന്നെയാ. ആ തെറ്റ് ഉറപ്പായിട്ടും നിങ്ങളുടെ സമാധാനം മൊത്തം കളയും. ഇന്നതില്ലെങ്കിലും ഒരു ദിവസം ഉറപ്പായും. എന്തൊക്കെയുണ്ട് ഗീത? ഇപ്പൊ എത്തിയുള്ളോ? അതെ ചേച്ചി. കനകരത്ന ചേച്ചി പോയി കണ്ടത് എന്തിനാ? അത് അവരെ കാണാൻ പോലീസ് വന്നു. ആ പോലീസിന് ഇവരെന്തോ കൈക്കൂലി കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നി. അയ്യോ, പോലീസുകാരന് കൈക്കൂലിയോ? ഓർത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവരാ, അപ്പൊ കൈക്കൂലി എങ്ങനെ കൊടുക്കും? പോലീസുകാര് മാത്രമല്ല, ലോയേഴ്സ്, വലിയ വലിയ ഓഫീസർമാര് എല്ലാവരും ഇവരുടെ അടുത്തുനിന്നാ പലിശയ്ക്ക് കടം വാങ്ങാറ്. കടം വാങ്ങാൻ വേണ്ടി വന്നതായിരിക്കും. അല്ല, നിന്റെ അച്ഛൻ ഇപ്പൊ എങ്ങനെയുണ്ട്? എപ്പോഴാ ഡിസ്ചാർജ് ചെയ്യുന്നേ? ഇനിയൊരു 2-3 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്യുന്ന പറഞ്ഞേ. പക്ഷേ അച്ഛന്റെ ട്രീറ്റ്മെന്റിന് ഇനിയും പണം ആവശ്യമുണ്ടെന്നാ പറഞ്ഞത്. ഒരു ഇഞ്ചക്ഷന്റെ വില പോലും 30,000 രൂപയാ. ഒരു ദിവസം 3 ഇഞ്ചക്ഷനെങ്കിലും എടുക്കണമെന്നാ പറഞ്ഞ്. എനിക്കൊരു 2 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തരാൻ പറ്റുമോ ചേച്ചി? സോറി ഗീത, ഇതുപോലത്തെ ഒരു അവസ്ഥയിൽ ഹെൽപ്പ് ചെയ്യേണ്ടതാ. പക്ഷേ നിനക്കെന്റെ കാര്യങ്ങൾ അറിയാലോ. 2 മാസമായിട്ട് എംപ്ലോയീസിന് ശമ്പളം പോലും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് സ്റ്റാഫുകളെല്ലാം എന്നോട് ദേഷ്യത്തില. എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് അറിയില്ല. സാരമില്ല ചേച്ചി, നോക്കാം. ഞാൻ എന്നാ പോയി ജോലി ചെയ്യട്ടെ. ഓക്കെ സർ, സാറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞോളാം.
പേഷ്യന്റ് പേര് പറഞ്ഞോളൂ. നടരാജൻ. ഓക്കെ. എടാ ഗോവിന്ദ, നിന്റെ കയ്യിൽ ഇവിടുന്ന് 2 ലക്ഷം. വേറെ എവിടെ നിന്ന് കിട്ടാനാ? വീട്ടിലെ പൈസ തന്നെ. വീട്ടിലെ പൈസയോ? അതെ, അമ്മ അറിയാതെ ഞാൻ പൈസ എടുത്തോണ്ട് വന്നത്. ഡാ, എന്തൊക്കെയത്? അമ്മയുടെ കയ്യിൽ ഒരു പണത്തിന് കണക്കുണ്ട്. പൈസ നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞാ അതോടെ എല്ലാവരും കഥ കഴിയും. എടാ, അവിടെ നമ്മുടെ വീട്ടിൽ കണക്ക് കൂട്ടാൻ പറ്റാത്ത അത്രയും പൈസ ഉണ്ടാ. അത് അവിടെ ഇരുന്നിട്ട് ആരുടെയും കണ്ണീരൊന്നും തുടക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ഒരു നല്ല മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റും. നല്ല മനുഷ്യരുടെ കണ്ണീര് തുടയ്ക്കാൻ പറ്റൂടാ. അതുകൊണ്ടാടാ ഞാൻ എടുത്തിട്ട് വന്നേ. അമ്മയ്ക്ക് അറിയാണെങ്കിൽ അറിയട്ടെ, അപ്പം നോക്കാം ബാക്കി. നീ അമ്മയുടെ കയ്യിൽ നിന്ന് അറിയാതെ പണം എടുക്കുന്നത് തെറ്റാണോന്നൊന്നും എനിക്കറിയില്ല. എന്നാ നീ ഇപ്പൊ ചെയ്യുന്നത് അവർക്ക് വലിയൊരു ഉപകാരമായിരിക്കും. ശരി, വാ നമുക്ക് ഓഫീസിലേക്ക് പോകാം. എന്താ ഇപ്പൊ ചെയ്യാ? 2 ലക്ഷം രൂപ കിട്ടാൻ ഞാൻ എവിടെ പോവും? ഇതുവരെ ഇത്രയും വലിയ പൈസയൊന്നും ആരുടെ അടുത്തൊന്നും കടം വാങ്ങിയ ശീലമില്ല. അതിന്റെ ആവശ്യം ഉണ്ടായില്ല. ഇപ്പൊ ആരോട് പോയി ചോദിക്കും? എന്താ ചെയ്യാ? എന്നെ വിശ്വസിച്ച് 2 ലക്ഷം രൂപ പലിശയ്ക്ക് തരാൻ ആരാ ഉള്ളത്? ഹലോ. ഉം? എന്താ നീ ടെൻഷൻ അടിച്ച് ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഏയ്, അങ്ങനെയൊന്നുമില്ല. വേറെന്തോ. നീ എന്തിനെ കുറിച്ച് ആലോചിക്കുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചില്ല. ചുമ്മാ കാഷ്വലായിട്ട്. നീ എന്തിനെ കുറിച്ച് ആലോചിക്കുന്നെന്നുള്ള കാര്യം ഞാൻ അറിയാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ നീ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം സോൾവ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്താ? അതെ, നീ ഇപ്പോ ഇനി ഹോസ്പിറ്റലിൽ അടയ്ക്കാനുള്ള 2 ലക്ഷം രൂപയ്ക്ക് എന്ത് ചെയ്യണമെന്നല്ലേ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നത്? അതെ. ഇനി നീ അതിനെക്കുറിച്ച് ആലോചിക്കേ വേണ്ട. ഹാപ്പി ആയിട്ടിരിക്കേ. നിന്റെ ജോലി മാത്രം ചെയ്താൽ മതി. ആ പ്രശ്നം ഞാൻ സോൾവ് ചെയ്തു. പ്രശ്നം സോൾവ് ആയിന്നോ? എങ്ങനെ സോൾവ് ആവും? എങ്ങനെ സോൾവ് ചെയ്യുന്ന വെച്ചാ ഞാനത് അടച്ചു. നിങ്ങളോട് ആരാ അടക്കാൻ പറഞ്ഞേ? അല്ല, നീ അതിനിപ്പോ എന്തിനാ സീരിയസ് ആവുന്നേ? ഞാനത് അടച്ചു. അതിലെന്താ തെറ്റുള്ളത്? എനിക്കിതൊന്നും ഇഷ്ടമല്ല. ഇതിലെന്ത് തെറ്റാ ഉള്ളത്? നിനക്കൊരാവശ്യം വന്നപ്പോ ഞാൻ സഹായിക്കാൻ പാടില്ലേ? എല്ലാ കാര്യത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. എനിക്കങ്ങനെ ലിമിറ്റുകളൊന്നുമില്ല. നിങ്ങൾക്ക് ലിമിറ്റ് ഇല്ലാണ്ടിരിക്കാം, പക്ഷെ എനിക്കുണ്ട്. ഞാൻ എപ്പോ ആണെങ്കിലും ആരുടെ കയ്യിൽ നിന്നും അങ്ങനെ പണം വാങ്ങാറില്ല. എനിക്ക് എന്റേതായ കുറച്ച് എത്തിക്സ് ഉണ്ട്. അത് ഇല്ലാതാക്കുന്നത് എനിക്കിഷ്ടമല്ല. ഓൾറെഡി നിങ്ങൾ സ്വർണം തന്നപ്പോ ഞാൻ പറഞ്ഞതല്ലേ, എനിക്കത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു തിരിച്ചു തന്നില്ലേ? അത് ശരി, നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അത് കണ്ടപ്പോ എനിക്ക് വെറുതെ ഇരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ അടച്ചത്. കൂടെയുള്ളവരെ കഷ്ടപ്പെടുത്താൻ പാടില്ല. ആ കാര്യത്തെക്കുറിച്ച് അറിയാം നിനക്ക്. നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ? ആ, മനസ്സിലായി ചേച്ചി. അല്ല, ഇതെന്താ ഇവിടെ? ഇവൻ എന്തിനാ ഇവളോട് സംസാരിക്കുന്നു? എന്റെ ദൈവമേ, ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഇവരോട് ഇനി എന്ത് കള്ളം പറയും ഞാൻ? എന്തൊക്കെ സംഭവിക്കോ ആവോ? ഇവൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേ? ചേച്ചി, നമ്മൾ പറഞ്ഞോണ്ടിരുന്ന കാര്യം. ഒരു നിമിഷം നിക്ക്, ഞാൻ ഇപ്പൊ വരാം. ഇപ്പൊ ഞാൻ ചെയ്തതിൽ എന്ത് തെറ്റാ ഉള്ളത്? എങ്ങനെ നോക്കിയാലും തെറ്റാണ്. കൂടെയുള്ളവരെ ബഹുമാനിക്കാതെ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റ് തന്നെയാ. അതത്ര ശരിയല്ല. ഗീത, നിന്നോട് ബഹുമാനം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. നീ എന്താ അത് മനസ്സിലാക്കാത്ത? എന്ത് ബഹുമാനാ തരുന്നേ? എന്നോട് ഔദാര്യം കാണിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞില്ലേ? വീണ്ടും എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? ഇതൊക്കെ എന്നെ അപമാനിക്കുന്നതിന് തുല്യ. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ? അല്ല, നീ ഇത് ആ രീതിയിലൊന്നും കാണണ്ട. അറിയുന്നവരായത്. പ്ലീസ്, വെറുതെ ആവശ്യമില്ലാതെ സംസാരിക്കണ്ട. അത് ശരി. ശരി, അതൊക്കെ പോട്ടെ. നമ്മൾ രണ്ടുപേരും ഒരു സ്ഥലത്തല്ല ജോലി ചെയ്യുന്നത്. ഒരാൾക്ക് കഷ്ടം വരുമ്പോ സഹായിക്കാൻ പാടില്ലേ? ഞാനത് പറഞ്ഞല്ലോ. എനിക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞതിന് ശേഷവും എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നേ? ആരോട് ചോദിച്ചിട്ട് എങ്ങനെ ചെയ്തേ? ആരോടും പറയാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തിനാ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തേ? പ്ലീസ് ഗീത, ഒന്ന് മനസ്സിലാക്ക്. എന്തിനു വേണ്ടിയാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഒരു പെണ്ണിന് ഇത്രയും പിടിവാശി അഹങ്കാരം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. എന്താ പറഞ്ഞ? ഉള്ളതാ പറഞ്ഞ. എന്തിനത്ര അഹങ്കാരം, എന്തിനത്ര പിടിവാശി? ഇതിന്റെ ആവശ്യമുണ്ടോ? ഇവള് എല്ലാരോടും പ്രശ്നം ഉണ്ടാക്കുകയാണല്ലോ. ഇത് അവൻ തന്നെ നോക്കിക്കോളും. ഞാനെന്തിനാ വെറുതെ?
എന്താ പറഞ്ഞേ? എനിക്ക് അഹങ്കാരമാണെന്നോ? അതെ, ഒരാവശ്യം വന്നപ്പോ സഹായിച്ച ആളെ വായി തോന്നിയൊക്കെ വിളിച്ചു പറയാണല്ലോ. ഞാൻ എന്ത് തെറ്റാ ചെയ്തെന്ന് പറ. ഞാൻ അഹങ്കാരിയാണെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ തന്നെ ആവട്ടെ. പിന്നെ നിന്നെ ഒരു ആവശ്യത്തിന് സഹായിച്ച ആളെ ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്? മതി, ഇനഫ്. എന്നോട് മിണ്ടണ്ട. ആ, നിന്റെ ദേഷ്യത്തിനൊന്നും ഒരു കുറച്ചിലുമില്ല. ചേച്ചി, ഉം? ചേച്ചിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ, അതിനെന്താ? ഉം. നീ ഇരിക്കെ. കുഴപ്പമില്ല ചേച്ചി, നിങ്ങൾ എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ചേച്ചി എന്തായാലും എന്നെ ഹെൽപ്പ് ചെയ്തേ പറ്റൂ. നീ എന്തിനെ പറ്റിയാ പറയുന്നേ? എനിക്ക് അർജന്റായിട്ട് 2 lakhs വേണം ചേച്ചി. ഗീത, എന്റെ അടുത്ത് പൈസ ഇല്ലെന്നുള്ള കാര്യം നിനക്ക് അറിയില്ലേ? ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാതിരിക്കൂ. എന്റെ അവസ്ഥ തന്നെ വളരെ മോശം. ആ, ചേച്ചിയോട് തരാനല്ല, ചേച്ചി ആവശ്യം വരുമ്പോ കടം വാങ്ങിക്കാറില്ലേ? അവരെ ആരെങ്കിലും അറിയെങ്കിൽ എനിക്കൊരു 2 lakhs വാങ്ങിച്ചു തരുമോ? എനിക്കങ്ങനെ ആരെയും അറിയില്ല. ആരുടെ അടുത്ത് പോയി കടം ചോദിക്കണമെന്ന് പോലും അറിയില്ല. കടം വാങ്ങുന്ന കാര്യം ഓർക്കുമ്പോ തന്നെ ഉള്ളിൽ എന്തോ പേടി തോന്നുന്നു ചേച്ചി. പക്ഷേ ഉറപ്പായിട്ടും വാങ്ങിയ പണം ഞാൻ തിരിച്ചു കൊടുക്കും ചേച്ചി. പലിശയും ചേർത്ത് മുഴുവൻ പണം ഞാൻ കൊടുത്തോളാം. എന്നെ വിശ്വസിക്ക്. 2 ലക്ഷം രൂപയ്ക്ക് ഇപ്പൊ പുറത്ത് ആരോട് പോയി ചോദിക്കാനാ? എമർജൻസി ആയിട്ട് ഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ കനകരത്ന ചേച്ചി മാത്രമേ ഉള്ളൂ. പക്ഷേ അവരോട് നമ്മൾ പൈസ ചോദിച്ച് മേടിച്ചു കഴിഞ്ഞാ അത് രാശിയാവോന്ന് അറിയില്ല. ചിലപ്പോ തിരിച്ചു കൊടുക്കാൻ പറ്റിയെന്നും വരില്ല. നിനക്കിപ്പോ 2 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. പക്ഷെ ഞാൻ ആ പൈസയ്ക്ക് വേണ്ടി അവരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിനക്ക് ആ പൈസ ഞാൻ വാങ്ങിച്ചു തന്നാലും മാസത്തിൽ നീ 4 ലക്ഷം രൂപ സമ്പാദിച്ചാ പോലും വാങ്ങിച്ച ആ 2 ലക്ഷം രൂപ മടക്കി കൊടുക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ തടസ്സം ഉണ്ടാകും. കടം തീരില്ലെന്ന് മാത്രമല്ല, പലിശയ്ക്ക് മുകളിൽ പലിശ കേറിക്കൊണ്ടേയിരിക്കും. അത് നിനക്ക് ഒരിക്കലും താങ്ങാൻ പറ്റില്ല. ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചാലും അവർക്ക് പലിശ കൊടുത്ത് തീർക്കാനേ കാണൂ. ഒരൈശ്വര്യമില്ല. പണ്ടുള്ള ആൾക്കാർ പറയും, കടം കൊടുക്കുമ്പോ ചിലരാ പൈസ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുമെന്ന്. അവരങ്ങനെ ചെയ്യുന്നുണ്ടോന്ന് അറിയില്ല. ആ കടം ഒരിക്കലും തീരില്ല. അത് കുഴപ്പമില്ല ചേച്ചി, അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് പണം വാങ്ങി തരാൻ പറ്റുമോ? നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഉടക്കല്ലേ? നിനക്ക് വേണ്ടിയെന്ന് പറഞ്ഞാൽ അവര് പൈസ തരുമെന്ന് ഉറപ്പില്ല. ഇനി ഒരുപക്ഷെ അവര് തന്നാ പോലും നാളെ നിനക്കത് വലിയ പ്രശ്നമാവും. അവരുടെ പലിശ നിരക്ക് വളരെ കൂടുതലാ. പക്ഷേ എനിക്ക് വേറെ വഴിയൊന്നുമില്ല ചേച്ചി. അച്ഛന്റെ ട്രീറ്റ്മെന്റിന്, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജിന് എല്ലാത്തിനും പണം ആവശ്യമാണ്. നീ ഒന്നുകൂടെ ഒന്ന് ചിന്തിക്ക്, അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങണോ വേണ്ടയോന്ന്. പ്ലീസ് ചേച്ചി, വേറെ വഴിയൊന്നുമില്ല. ഒരു തവണ ചോദിക്കോ? എനിക്ക് പോലും അവരുടെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങുന്നത് തീരെ താല്പര്യമില്ല. പക്ഷേ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് സഹായമായിട്ടും പിച്ചയായിട്ടും ഒന്നും അല്ലല്ലോ ചോദിക്കുന്നേ. കടമായിട്ടല്ലേ ചോദിക്കുന്നേ. അവര് വെറുതെ ഒന്നും തരില്ലല്ലോ, പലിശക്കല്ലേ തരാൻ പോന്നേ. ഇതില് ഞാനങ്ങനെ നാണക്കേട് വിചാരിക്കേണ്ട കാര്യം മാത്രമൊന്നും ഇല്ലല്ലോ ചേച്ചി. വെറുതെ വാങ്ങിയാലല്ലേ അപമാനം ഉണ്ടാവൂ. പക്ഷെ പലിശയ്ക്ക് വാങ്ങുന്നതിൽ എന്താ പ്രശ്നം? എനിക്ക് ഒറ്റയ്ക്ക് അവരോട് പോയി ചോദിക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. ചേച്ചി ഒന്ന് വന്ന് എനിക്ക് വേണ്ടി സംസാരിച്ചിരുന്നെങ്കിൽ. എന്നാ ശരി, പോയി ചോദിച്ചു നോക്കാം. നിനക്കാണെന്ന് പറഞ്ഞ അവരെന്തൊക്കെ പറയോ ആവോ. വാ. ആ ചേച്ചി, ഞാൻ അകത്തോട്ട് വന്നോട്ടെ? എന്താ മാളവിക ഇത്? നമ്മുടെ ഓഫീസില് നീ ഇങ്ങനെ പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? കേറി വാ. അങ്ങനെ പുറത്താളൊന്നും അല്ലല്ലോ. എടി, അവിടെ നിക്ക്. മാളവികയും ഞാനെന്ന് പറഞ്ഞാ ഞങ്ങൾ ഒരുപോലെയാ. ആരോടും ചോദിക്കാതെ നീ എങ്ങോട്ട് ഈ തള്ളി കയറി ഇങ്ങോട്ട് വരുന്നേ? അങ്ങോട്ട് പുറത്തു പോയി നിക്ക്. ദേ നോക്ക്, നിങ്ങൾ മാത്രമല്ല, ഞാനും ഈ കമ്പനിയില് 10% പാർട്ട്ണറാ. നിങ്ങൾ ഈ കാണിക്കുന്നൊന്നും ശരിയല്ല. അതൊക്കെ എന്നോട് പറയാ നീ ആരാ? എപ്പ നോക്കിയാലും 10% പറയാ. പറയടി, ഈ 10% എത്രയാണെന്നാ നീ പറയുന്നേ? നീ ഇവിടുത്തെ ജോലി നോക്കിയാ മതി, വേറെ ഒന്നും അന്വേഷിക്കാൻ നിക്കണ്ട. ഇറങ്ങി പോടി അവിടുന്ന്. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി പോവെന്ന് പറയുമ്പോ ഇറങ്ങി പോവാൻ ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയൊന്നുമല്ല. ഞാൻ ലീഗലി എഗ്രിമെന്റിൽ സൈൻ ചെയ്തതാ. അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് യാതൊരു അർഹതയുമില്ല. ഗീതേ, ഒന്ന് മിണ്ടാതിരിക്കെ. നമ്മൾ വന്ന കാര്യം അറിയാലോ. ഇങ്ങനെ ദേഷ്യപ്പെട്ടാൽ എങ്ങനെയാ? എന്താ നിങ്ങൾ അങ്ങോട്ട് മാറിന്ന് രഹസ്യം പറയുന്നേ? കാര്യം പറയേ.
അതൊന്നുമില്ല ഏട്ടാ. ഞാൻ ഗീതയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാ. അതിനെപ്പറ്റി പറയാൻ വേണ്ടിയാ. ഈ മഹാറാണിക്ക് ഇപ്പൊ ഞങ്ങളെ കൊണ്ട് എന്താണാവോ ആവശ്യം? 10% ഷെയറുള്ള ആളാണെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കല്ലേ അവള്. ദയവ് ചെയ്ത് എന്നെക്കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കാതെ കുറച്ച് മര്യാദ തരാൻ നോക്ക്. എനിക്ക് മര്യാദ തരാത്തവരെ എനിക്ക് അനുസരിക്കാൻ കഴിയില്ല. ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. ഓ, ആര് പറഞ്ഞാലും കേൾക്കാത്ത തരത്തിൽ അനുസരണയില്ലാത്തവളാണോ നീ? ശരി, ഇപ്പൊ ഞങ്ങളെ കൊണ്ട് നിനക്ക് എന്താ ആവശ്യം? അതൊന്നുമല്ല ചേച്ചി. ഇവൾക്കിപ്പോ അർജന്റായിട്ട് 2 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. ചേച്ചി തരുമെന്ന് ചോദിക്കാൻ വേണ്ടി. എന്ത് 2 ലക്ഷം രൂപ കടം വേണമെന്നോ? വരുന്നവർക്കും പോകുന്നവർക്കും 2 ലക്ഷം രൂപ കൊടുക്കൂന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ഇവളുടെ അടുത്ത് എന്തുണ്ടായിട്ടാ 2 ലക്ഷം രൂപ കടം കൊടുക്കാൻ? അത്രയും രൂപ നമ്മൾ കടം കൊടുക്കുമ്പോ അതിന്റെ പലിശ കെട്ടാനൊക്കെ ഇവളെ കൊണ്ട് പറ്റുമോ? ഞാനൊരു ദേഷ്യക്കാരി മാത്രമല്ല, പറഞ്ഞ വാക്ക് എപ്പോഴും പാലിക്കുന്ന ആളാ. മറ്റൊരാളുടെ സ്വത്തിന് വേണ്ടി ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാറില്ല. എന്നാലും ഞാൻ ഫ്രീ ആയിട്ടൊന്നുമല്ല ചോദിക്കുന്നേ. നിങ്ങൾ പലിശക്ക് കാശ് കൊടുക്കുന്ന ആൾക്കാരായതുകൊണ്ടും നിങ്ങളുടെ കയ്യിൽ നിന്ന് എനിക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ വാങ്ങി ശീലമില്ലാത്തതുകൊണ്ടും ആണ് മാളവിക ചേച്ചിയോട് ചോദിക്കാൻ പറഞ്ഞത്. ആവശ്യം എന്റേതാണ്. നിങ്ങൾ പലിശക്ക് കാശ് കൊടുക്കുന്നോണ്ട് ചോദിക്കുന്നു. എടി, നിനക്ക് ആര് തരാനാടി? നിനക്ക് 2 ലക്ഷം രൂപയെന്നല്ല, 2 രൂപ പോലും ആരും തരില്ല. പോവാ നോക്കടി. അമ്മേ, മിണ്ടാതെ നിൽക്ക്. എത്രയാ? 2 ലക്ഷല്ലേ വേണ്ടേ? ഓക്കെ, ഞാൻ 2 ലക്ഷമൊക്കെ തരാം. അല്ല, 2 ലക്ഷത്തിന്റെ പലിശ എത്രയാണെന്ന് അറിയാലോ? 5 രൂപ. ആദ്യത്തെ മാസം തന്നെ പലിശ അടച്ചില്ലെങ്കിൽ പലിശ 2ാം മാസം 7 രൂപയായിട്ട് മാറും. 2 മാസമായിട്ടും പലിശ തരാൻ പറ്റിയില്ലെങ്കിലുണ്ടല്ലോ, 7 രൂപ എന്നുള്ളത് 10 രൂപയാക്കും. ഇനി 2 മാസമായിട്ട് നിനക്ക് പലിശ അടയ്ക്കാനൊന്നും പറ്റിയില്ലെങ്കിലുണ്ടല്ലോ, മുതലിന്റെ കൂടെ പലിശ ഞാനങ്ങ് കൂട്ടും. ഞാൻ പറഞ്ഞ കണക്കൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് നിനക്ക് പറ്റൂന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോ. ഞാൻ വാങ്ങിച്ചോളാം. ചേട്ടാ, ആ പത്രം എടുത്ത് കൊടുക്ക്. ദാ ഈ പേപ്പറിലെ നിങ്ങളുടെ പേരും അഡ്രസ്സൊക്കെ എഴുതിക്കോ. ഒപ്പിട് വെച്ചേ. ആദ്യം കാശ് തരണം. അത് ശരി. അപ്പൊ ഞങ്ങൾ നിനക്ക് വിശ്വാസമില്ല? ഒപ്പിട്. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ പലിശക്കാണ് കാശ് വാങ്ങിച്ചതെങ്കിലും ഒരാവശ്യം വന്നപ്പോ തന്നതിന് താങ്ക്സ്. താങ്ക്സ് ചേച്ചി. അവള് നിന്നോട് പണം ചോദിച്ചപ്പോ അവക്കത് കൊടുക്കാതെ കരയിപ്പിച്ച് വിടൂന്ന് കരുതിയപ്പോ പണം കൊടുത്തു വിട്ട എന്തിനാടി? എന്റെ അമ്മേ, ഞാൻ അവൾക്ക് പൈസ കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ, അവള് വേറെ ആരുടെങ്കിലും കയ്യിൽ നിന്ന് പൈസ വാങ്ങും, അതുപോലെ അവളുടെ കാര്യവും നടത്തും. പക്ഷെ ഒരു കാര്യം, നമ്മുടെ കയ്യിൽ നിന്ന് അവള് കാശ് വാങ്ങിയെന്ന് എഴുതി ഒപ്പിട്ട് തന്നു കഴിഞ്ഞാ പിന്നെ അവളുടെ കുടുംബം അടക്കം നമ്മുടെ കയ്യിലിരിക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കുന്നവരുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ, അത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. എപ്പ അവളെ കണ്ടാലും അഹങ്കാരത്തോടു കൂടിയാ അവൾ ഈ കനകരത്നത്തോട് സംസാരിച്ചത്. ഇതോടുകൂടി അവൾ അവളുടെ ജീവിതം മുഴുവൻ എന്റെ കാൽ കീഴിൽ വെക്കും. നോക്കിക്കോ, എന്നോട് കളിച്ച് എങ്ങനെ ഇരിക്കുമെന്ന് അവളെ ഞാൻ പഠിപ്പിച്ചിരിക്കും. ഞാൻ അഹങ്കാരിയാണെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ തന്നെ ആവട്ടെ. പിന്നെ നിന്നെ ഒരു ആവശ്യത്തിന് സഹായിച്ച ആളെ ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്? മതി, ഇനഫ്. എന്നോട് മിണ്ടണ്ട.
ഒരു മിനിറ്റ് കഫറ്റേരിയയിലേക്ക് വാ. ഗീത, അത് ഞാൻ ഒരു മിനിറ്റ്. നീ പറയുന്നത് കേൾക്കാനല്ല വിളിച്ചേ, ഒരു കാര്യം പറയാനാ. എന്താ ഇത്? നിനക്ക് എന്നോട് സഹതാപം തോന്നി ഹോസ്പിറ്റലിൽ 2 ലക്ഷം രൂപ അടച്ചില്ലേ? ആ പണമാ. ഈ പൈസ എനിക്ക് വേണമെന്ന് നിന്നോട് ഇപ്പം ആരാ ചോദിച്ചത്? നമുക്കിടയിൽ പ്രശ്നം ഉണ്ടായത് തന്നെ ഈ പൈസ കാരണം കൊണ്ടല്ലേ? ഞാൻ പോയിട്ട് ആ പൈസ അടച്ചുകൊണ്ട് നിന്നെ ഞാനെന്തോ കുറച്ച് കണ്ടതുപോലെയാണല്ലോ നീ സംസാരിക്കുന്നത്. നീ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാ ഞാൻ കുറച്ച് ഒച്ചത്തിൽ സംസാരിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞ വാക്കുകളൊന്നും സത്യത്തിൽ എൻ്റെ മനസ്സിൽ നിന്ന് വന്നതൊന്നുമല്ല. ആക്ച്വലി എന്തുകൊണ്ട് അങ്ങനെ സംസാരിച്ചതെന്ന് വെച്ചാൽ എനിക്കതൊന്നും കേൾക്കണ്ട. എന്താ പറഞ്ഞേ? എനിക്ക് അഹങ്കാരമാണെന്ന് പറഞ്ഞില്ലേ നീ? അതെ, എനിക്ക് അഹങ്കാരം തന്നെയാ. ആത്മാഭിമാനത്തോടെ ജീവിക്കണമെന്ന് വിചാരിക്കുന്നവൾക്ക് മറ്റൊരു പേര് അഹങ്കാരിയാണെങ്കിൽ യെസ്, ഞാൻ അഹങ്കാരി തന്നെയാ.